തൃശ്ശൂരിന്റെ നഗരവീഥികളെ ചുവപ്പണിയിച്ചുകൊണ്ട് നിറമൊഴുക്കിക്കൊണ്ട് ആവേശമൊഴുക്കിക്കൊണ്ട് ഇതാ ബോൺ നത്താലേക്ക് തുടക്കമാകാൻ പോകുന്നു. അവിടെ ഫ്ളാഗ് ഓഫിനുള്ള ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഏതൊക്കെ ഇടങ്ങളിൽ ആരൊക്കെ നിൽക്കണം എന്നതൊക്കെ കൃത്യമായി നിർദ്ദേശം നൽകി ഇങ്ങനെ പാപ്പമാർ റെഡിയായി നിൽക്കുന്നു. ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് പോകുന്നു. നിഖിൽ പ്രമേഷും സൂരജ് സജിയുമുണ്ട്. നിഖിൽ പ്രമേഷിലേക്ക് ഇനി പോകുന്നു. നിഖിൽ, അപ്പോൾ ഇനി മിനിറ്റുകൾക്കകം ഫ്ളാഗ് ഓഫ് നടക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് ഘോഷയാത്രയാണ്. അതിന് കൃത്യമായി ഓരോരുത്തർക്കും ഇടങ്ങളുണ്ട്. ആദ്യ നിരയിൽ ആരൊക്കെ, അതിന് പിന്നിൽ ആരൊക്കെ, അങ്ങനെ പോകും. അതിന് കൃത്യമായ ക്രമീകരണങ്ങളുണ്ട്. അത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് അവിടെ ഇപ്പോൾ ഏത് ടീമിന്റെ കൂടെയാണ് നിഖിലുള്ളത്? രജനി, അവരിപ്പോ അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഞാനുള്ള ഈ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഓരോ സംഘങ്ങളായിക്കൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിത്തുടങ്ങും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഉള്ള പരിശീലനത്തിലാണ്. അതായത് ഈ നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരേ താളത്തിൽ ഒരേ ചുവടിൽ ഇങ്ങനെ ചുവട് വെക്കേണ്ടതിന്റെ പരിശീലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഘങ്ങൾ ഓരോരുത്തരും. അവരെല്ലാവരും തന്നെ രജിസ്ട്രേഷനൊക്കെ ഏറെക്കുറെ പൂർത്തിയാക്കി. എല്ലാ സംഘങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ആ കുട്ടികളൊക്കെ തന്നെ ഇതാ അങ്ങനെ സജ്ജരായി നിൽക്കുകയാണ്. അവർക്കൊരു ഫൈനൽ കൺഫർമേഷൻ കിട്ടിയാൽ ഉടനെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ സജ്ജരായി നിൽക്കുന്ന ആളുകളാണ്. ഇന്നിപ്പോ തൃശ്ശൂർ നഗരം ഞാൻ കമന്റ് ബോക്സ് ഒക്കെ പരിശോധിക്കുമ്പോൾ അതിലും കാണുന്നുണ്ട്. സത്യത്തിൽ എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കണമെന്നാണ് പ്രേക്ഷകരും പറയുന്നത്. കാരണം അത്തരത്തിൽ എന്താ പറയുക, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു സ്പിരിറ്റ് പൂർണ്ണമായ ആളുകളിലേക്ക് എത്തിക്കാനും ഒരു ആവേശം പൂർണ്ണമായി എത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവരൊക്കെ തയ്യാറെടുക്കുന്നത്. ഇവരൊക്കെ മേത്ത് കണ്ടോ, ഒരു ചെറിയ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ഒരു കമ്പി പോലെ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. രാത്രിയിലാണ് അതിന്റെ ഭംഗി നന്നായിട്ട് കാണാൻ പറ്റുക. നമ്മൾ ആദ്യം കാണുമ്പോൾ പഠിച്ചു പോവെങ്കിലും ഇതൊരു ഈ LED പോലത്തെ ചെറിയ ബൾബാണ്. കണ്ടോ, ഇതിന്റെ ലൈറ്റിംഗ് രാത്രിയിലാണ് നന്നായിട്ട് കാണാൻ പറ്റുക. ഇത് കുറെ പേര് എന്താ പറഞ്ഞ് രാത്രി ഭംഗിയിൽ കാണാൻ പറ്റില്ല. അവര് നല്ല കളറാക്കാൻ വേണ്ടിയിട്ട് രാത്രി ഇങ്ങനെ അവര് സ്വരാജ് റൗണ്ടിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതൊന്നുകൂടെ ഭംഗിയാകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അത് ഇത്തവണത്തെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഇപ്പൊ ഒരുവിധം ഇവരുടെ ടീമിലുള്ള എല്ലാവരുടെ അടുത്തും അത് ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ എവിടുന്ന വരുന്നത്? കൂനമുച്ചി. എത്ര പേരുണ്ട്? 36 പേര്. എല്ലാവരുടെ അടുത്തും ഈ ലൈറ്റ് ഉണ്ടോ? വെറൈറ്റിക്ക് വേണ്ടി അതെ കണ്ണടക്കം ഒന്ന് എടുത്ത് വെച്ചോ, ഒന്ന് കാണട്ടെ, ആളുകൾ കാണട്ടെ. ഇതാ അടിപൊളിയായിട്ട് ഒരു സാന്റ കണ്ണടയും ഒക്കെ വെച്ചിട്ടാണ് അവരുടെ ടീം ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നത്. അപ്പോൾ ഇത് അവരുടെ ഒരു പ്രത്യേകതയാണ്. എന്ന് മാത്രമല്ല ഇവിടെയുള്ള ആളുകൾ ഇപ്പം നല്ല പ്രാക്ടീസിലായിരുന്നു. അവരിങ്ങനെ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നിരത്തിലെത്തുമ്പോൾ എങ്ങനെയാണ് ഭംഗിയായിട്ട് കളിക്കേണ്ടത് എന്നൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ കുറച്ച് മിടുക്കന്മാരുണ്ട്. നിങ്ങൾ എവിടുന്നാ വരുന്നത്? പങ്കാരപ്പള്ളിയുടെ വക, ചേലക്കര. എത്ര പേരുണ്ട്? സിസ്റ്റർ, എന്താ സിസ്റ്റർ മാറിക്കുന്നത്? 3 പേര്, 33 പേര്. എങ്ങനെയുണ്ട്? പിള്ളേരൊക്കെ നന്നായിട്ട് സെറ്റ് ആയോ? പിന്നെ ശരിക്കും എത്ര ദിവസം ഒരു പ്രാക്ടീസ് ഉണ്ടാവും ഇതിന്? ഇവര് ഞങ്ങൾക്ക് തരുന്ന നിർദ്ദേശം അനുസരിച്ച് അന്നോട്ട് തുടങ്ങും. പിന്നെ ഞങ്ങളുടെ ഇടവകകളിൽ ഞങ്ങൾ നടത്തുമല്ലോ. അപ്പൊ അങ്ങനെ നടത്തിയിട്ട് ഒരുപാട് പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് ഇവര് വരുന്നത്. അപ്പൊ സിസ്റ്റർ പറയുന്നത് അവർക്ക് നിർദ്ദേശം തരുന്നതിനനുസരിച്ച് അവർ വളരെ നേരത്തെ തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും മറ്റൊക്കെ നടത്തും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പഠിക്കാറുണ്ട്. അവൻ മിടുക്കന. അവനെ ഒന്നുകൂടെ അവനെ കൊണ്ട് സംസാരിപ്പിക്കണം. എവിടുന്നാ വരുന്നത് നീ? നീ എല്ലാ വർഷവും വരാറുണ്ടോ? ഇവിടെ വന്ന് ഡാൻസ് ഒക്കെ ചെയ്ത് അടിച്ചു പൊളിക്കും. ആ തൊപ്പിക്കൊന്ന് വെച്ച് നോക്കട്ടെ. തൊപ്പിക്ക് ഇട്ട് എങ്ങനെയുണ്ട്, ഭംഗിയാണോ നോക്കട്ടെ. അടിപൊളി മിടുക്കൻ. ഇവന് മുഖത്ത് ഇതുപോലെ ഒരു ഇത് വരച്ചു കൊടുത്തുകൂടായിരുന്നു നിങ്ങൾക്ക്? നിങ്ങളുടെ ടീമല്ലേ? വേറെയാണ്. ഞങ്ങള് പൂമലയുടെ വക. ഹെയർ ബാൻഡ് ഒക്കെ സാന്റ ഉള്ള ഹെയർ ബാൻഡ് ആണ് വെച്ചിട്ടുള്ളത്. നല്ല അടിപൊളി കണ്ണടയുണ്ട്. അങ്ങനെ എന്താ പറയാ, എല്ലാവരും വ്യത്യസ്തരായിട്ട് ഏതെങ്കിലും ഒക്കെ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാതെ ആകണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല ഭംഗിയായിട്ട്. എന്താ നോക്കുന്നത്? കണ്ടോ നിങ്ങളെ? ലൈവായിട്ട് കണ്ടോ? അവര് നമ്മളിപ്പോ ലൈവ് എടുത്തോണ്ടിരിക്കുന്നത് ഫോണിലൊക്കെ ചെക്ക് ചെയ്ത് അത് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയായിരുന്നു. അപ്പൊ എന്തായാലും കണ്ടപ്പോ അവർക്ക് സന്തോഷമായി. നിങ്ങൾ എവിടുന്നാ? ഇതാ കുറച്ച് വാ, ഇങ്ങോട്ട് വാ, നല്ല കാണുള്ളൂ. എന്തുണ്ട്? മെറി ക്രിസ്മസ്. ഇതെന്താ നിങ്ങൾക്ക് ഭയങ്കര ഫാൻസ് ആണല്ലോ? പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഫാൻസ് ആണ്. നിങ്ങൾക്കാണ്, നിങ്ങൾ വന്നപ്പോഴാ കൈയടിച്ചത്. ആണോ? ഞാൻ എന്റെ കുട്ടികളൊക്കെ, ഞാൻ ടീച്ചറാണ്. അപ്പൊ സ്റ്റുഡന്റ് സന്തോഷം. എവിടെയാ ടീച്ചർ? പൊന്നുക്കര. എത്ര പേരുണ്ട്? 40 പേര് വന്നിട്ടുണ്ട്. ടീച്ചർ ഇപ്പൊ നിരത്തിലേക്ക് ഇറങ്ങുമ്പോ കുട്ടികളോട് ഡാൻസ് ഒക്കെ ചെയ്യോ? പിന്നെന്താ, കുഴപ്പമൊന്നുമില്ല. ഉറപ്പായിട്ടും. നിങ്ങളുടെ കൂടെ നല്ല അടിപൊളി ഒരു പാട്ട് പാടുന്ന ആരാ ഉള്ളത്? പാട്ട് പാടുന്നുണ്ട്. നമ്മുടെ കൊയർ ടീമൊക്കെ ഉണ്ട്. വാ 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 വാ, ഓടി വാ ഓടി വാ ഓടി വാ ഓടി വാ. പാട്ട്. നമുക്ക് ക്രിസ്മസിന്റെ ആവേശം, നമുക്ക് ആ ക്രിസ്മസിന്റെ ഒരു ആവേശം കുട്ടികളിലേക്കും ആളുകളിലേക്കും ലോകത്തെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക്
എത്തിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാട്ട് പാടണം മോളെ. പാട്ട് പാടാനും കുറച്ച് പേര് പാട്ട് പാടാനും കുറച്ച് പേര് ഡാൻസ് ചെയ്യാനും. ടീച്ചർ വേണേ ഡാൻസും ചെയ്തോ, കുഴപ്പമില്ല. പിന്നെന്താ കളിക്കാം. ശരി, അപ്പൊ പാടിക്കാം മോളെ. യഹൂദിയയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ജനമാസത്തിൽ കുളിരം രാവിൽ രാപ്പാത്തിരുന്നോ രസപാലകൻ ദേവദാനം കേട്ടോ ആമോദരായി വന്നരാശികൾ വിടരും രാവിൽ വെള്ളി മേഘങ്ങൾ ചുരുളും രാവിൽ രാജകുമാരിയോട് തന്നു തിങ്കൾ കലപ്പാടി രസമുള്ള പാട്ടുകളല്ലേ പ്രജന? ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ ആലോചിക്കായിരുന്നു, ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് രസകരമായിട്ടുള്ള പാട്ടുകളുണ്ട്. നമുക്ക് എന്താ പറയുക, പിന്നെയും കേൾക്കാൻ തോന്നുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകളിൽ ഒരു പാട്ടാണ് അവർ പാടിയത്. അപ്പോൾ ഈ ടീം വളരെ വൈബാണ്. ഈ ടീച്ചറുടെ നേതൃത്വത്തിലാണ്, നല്ല ഗംഭീര ടീമാണ് അവര്. നമുക്ക് അടുത്ത ടീമുകളെ കാണാം. ഒരു ടീമിൽ നിന്ന് മറ്റേ ടീമിലേക്ക് പോകുമ്പോൾ അവരാണ് കുറച്ചുകൂടെ ഗംഭീരം തോന്നും. എന്തായാലും എല്ലാവരും നല്ല അടിപൊളി വൈബിലാണ്. ക്രിസ്മസ് വൈബിലേക്ക് പൂർണ്ണമായി അങ്ങനെ എത്തി ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും തന്നെ. അല്പസമയത്തിനകം ഇപ്പൊ എത്ര മണിയായി? 4:30 കഴിഞ്ഞു തോന്നുന്നു. 5 മണിയോട് കൂടിയിട്ട് ഇവരെല്ലാവരും തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ആഘോഷത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞാൽ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങും. പിന്നീട് ചുവപ്പ് കടലായി മാറും. എവിടെ തിരിഞ്ഞാലും ചുവപ്പ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അത് ഏതാണ്ട് ആ വെളിച്ചം മങ്ങുന്നത് വരെ നമുക്ക് ആ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിക്കാനും കഴിയും. പിന്നീടാണ് ഏറ്റവും ഒടുവിലാണ് ഈ മത്സരത്തിലെ വിജയികളടക്കം പ്രഖ്യാപിക്കുക. എന്തായാലും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. ഇപ്പൊ ഇവിടെ നിന്ന് അല്പസമയത്തിനകം ഈ പാപ്പാഞ്ഞിമാർ സ്വരാജ് റൗണ്ടിലേക്ക് എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി ഇറങ്ങും. പ്രജിൻ, ശരി, നിഖിൽ തുടരുക. അടുത്ത ടീമിനെ പെട്ടെന്ന് കണ്ടെത്തുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഫ്ലാഗ് ഓഫിനായുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി വിശിഷ്ട വ്യക്തികൾ എത്തിക്കഴിഞ്ഞാൽ ഫ്ലാഗ് ഓഫ് നടക്കും. അത് കഴിഞ്ഞാൽ ഘോഷയാത്ര ആരംഭിക്കുകയായി. ഈ തൃശ്ശൂർ നഗരത്തെ വലം വെച്ച്, തൃശ്ശൂർ റൗണ്ടിനെ വലം വെച്ച് ഈ ബോൺ നത്താലെ ഘോഷയാത്ര, സാന്താ ഘോഷയാത്ര നടക്കും. ആ സമയത്താണ് ഏതൊക്കെ ടീമുകൾ മികവ് പുലർത്തുന്നു, ഏതൊക്കെ ടീമുകളാണ് മികച്ച ഡാൻസും പാട്ടൊക്കെയുമായി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ നിശ്ചല ദൃശ്യങ്ങൾ, അതിൽ ആരുടെ നിശ്ചല ദൃശ്യമാണ് ഏറ്റവും മികവോട്ട് നിൽക്കുന്നത്, അതിന് എത്ര മാർക്ക് വീഴും, ഇതൊക്കെ കണ്ടെത്താനുള്ള, നിർണ്ണയിക്കാനുള്ള മണിക്കൂറുകൾ വരാൻ പോകുന്നു. ഏതാണ്ട് 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ റാലി ഏതാണ്ട് 8:30 കൂടി അവസാനിക്കുമെന്ന് അറിയിക്കുന്നു. ആ സമയത്ത് സമാപന സമ്മേളനമുണ്ട്. ഈ സമയത്തെല്ലാം തന്നെ അവിടെ വലിയ ജനാവലി, ഈ 15,000 വരുന്ന പപ്പമാര് മാത്രമല്ല, മറ്റിടങ്ങളിൽ നിന്നൊക്കെ എത്തിയ ജനക്കൂട്ടം അവിടെയുണ്ട് ഈ ബോൺ നത്താലയുടെ ഭാഗമാകാൻ. ഇറ്റാലിയനിൽ ബോൺ നത്താല എന്നാൽ മെറി ക്രിസ്മസ് എന്നാണ് അർത്ഥം. അങ്ങനെ ക്രിസ്മസിന്റെ സന്ദേശം അത് ലോകമെമ്പാടും എത്തിക്കുക, ആ ആഘോഷം, സമാധാനം, സന്ദേശം ഇതെല്ലാം എത്തിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ബോൺ നത്താലെ കഴിഞ്ഞ 12 വർഷമായി സംഘടിപ്പിക്കുന്നത്. തൃശ്ശൂർ അതിരൂപതയും പൗരാവലിയും ചേർന്നാണ് ബോൺ നത്താലെ സംഘടിപ്പിക്കുന്നത്. ഇത്തവണയും അതിന് മാറ്റു കുറയാത്ത രീതിയിൽ എല്ലാ ഒരുക്കങ്ങളും അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. സൂരജ് സജി കൂടി ചേരുന്നു വിവരങ്ങളുമായി. സൂരജ്, കേന്ദ്രമന്ത്രി കിരൺ റിജിജു, ഒപ്പം സുരേഷ് ഗോപി, മന്ത്രിമാരായ കെ രാജൻ ഒക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് അറിയുന്നു. ഇപ്പം നേരത്തെ നമ്മൾ കണ്ടതാണ്, മന്ത്രി കെ രാജൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബോൺ നത്താലയുടെ ഏറ്റവും ആദ്യ ഭാഗത്ത് ഒരു കമാനമുണ്ട്, അത് ചലിക്കുന്ന കമാനമാണ്. അതിന് പിന്നാലെ വിശിഷ്ട വ്യക്തികൾ നടക്കും. അത് കഴിഞ്ഞാണ് പാപ്പമാർ അണിനിരക്കുക. അങ്ങനെ തന്നെയല്ലേ ഇത്തവണയും? പ്രജിൻ, അത് തന്നെയാണ്. അതായത് ഈ ആദ്യം ഒരു നക്ഷത്രത്തിന്റെ ഒരു മിനിച്ചർ ഉണ്ട്, അതാണ് കൊണ്ടുപോവുക. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ വിശിഷ്ടാതിഥികൾ വരിക. അതിന് പിന്നാലെ ഓരോ പാപ്പമാർ നടക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതിന്റെ പ്രോഗ്രാം സംബന്ധിച്ചുള്ള അന്തിമ പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. മന്ത്രി കെ രാജനായിരിക്കും ഈ ബോൺ നത്താലെ 2024 ഉദ്ഘാടനം ചെയ്യുക. ജില്ലയിൽ നിന്നുള്ള മന്ത്രി ആർ ബിന്ദു ഇതിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും ചെയ്യും. 4:40 ഉദ്ഘാടനം നടക്കുക. 4:55 ചീഫ് ഗസ്റ്റ് സംസാരിക്കും. 5:03 ഈ പാപ്പാമാർക്ക് നഗരത്തിലേക്ക് ഇറങ്ങാനുള്ള ഫ്ലാഗ് ഓഫ് വീശും. അത് മന്ത്രി കെ രാജനായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതായത് 15,000-ലധികം പാപ്പാമാർ അതാ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് തൃശ്ശൂരിലെ വിവിധ റോഡുകളിൽ. സെന്റ് തോമസ് കോളേജിലൊക്കെ തകർക്കൂലേ? ഒരു പാട്ടുപാടി ഡാൻസ് ചെയ്യോ? പറ്റുമോ? എന്നാ പാടിക്കോ. ആരാ പാടുക? ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നല്ലോ. അതായത്
ഈ പാപ്പാമാർക്ക് ചെറിയ ചമ്മലുള്ള പാപ്പാമാരാണെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾക്ക് ബാക്കിയുള്ള പാപ്പാമാരൊക്കെ വളരെ എനർജറ്റിക്കാ. എന്നാ പാടിക്കോ, പാടിക്കോ, പാടങ്ങോട് പോരട്ടെ. പാടിക്കോ പാടിക്കോ പാടി. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവ്വലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിയൊരാളോമലുണ്ണി പിറന്നല്ലോ. താരകൾ പുഞ്ചിരി തൂകി മഞ്ഞക്കോരിയ നാരങ്ങൾ പാടി അവൻ പള്ളിക്കാലിട്ടടിക്കുകയാ എന്നും ആഘോഷം ഉണരുകയാ. ഇത് തന്നെയാണ്, എങ്ങും വലിയ ആഘോഷമാണ്, ആരവമാണ്. തൃശൂർ പൗരാവലിയും അതുപോലെ തന്നെ തൃശൂർ അതിരൂപതയും എല്ലാം ചേർന്ന് സംഘടിപ്പിക്കുന്ന 2024 ബോൺനത്താലെ സമാനതകളില്ലാത്ത ആവേശത്തിലേക്ക് പോകുന്നു. 5 മണിയോടുകൂടി തന്നെ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് നമ്മുടെ ഈ പാപ്പാമാരെല്ലാം ഇറങ്ങും. അവരൊക്കെ തയ്യാറായി, അവസാനവട്ട പരിശീലനമൊക്കെ പൂർത്തിയായി, വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് പാപ്പാമാരുടെ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഓരോ വർഷം ചെല്ലും തോറും ഓരോ പുതുമകളുണ്ടാകും, സസ്പെൻസുകൾ ഉണ്ടാവും. ഇക്കുറിയും സസ്പെൻസുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് തൃശൂർ അതിരൂപത പ്രതികളടക്കം പറയുന്നത്. 5:03 മന്ത്രി കെ രാജൻ, റവന്യൂ മന്ത്രി കെ രാജനായിരിക്കും ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുക. ഇപ്പോൾ ഈ ഇടറോഡുകൾ, തൃശ്ശൂരിന്റെ നഗരത്തിലെ ഇടറോഡുകളെല്ലാം ഒരു ചുവന്ന കടലായി മാറിയിരിക്കുകയാണത്. ഈ സെന്റ് തോമസ് കോളേജിന് മുന്നിലൂടെയുള്ള റോഡാകട്ടെ, പാലസ് റോഡാകട്ടെ, ഏത് റോഡുകൾ എടുത്താലും എല്ലാ റോഡുകളിലൂടെയും, അതായത് സ്വരാജ് ഗ്രൗണ്ടിനെ ചുറ്റിപ്പറ്റി ഒരു ചുവന്ന ചാൽ ഒഴുകുന്നതിന് സമാനമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്ന. ആകാശ ദൃശ്യങ്ങളിലേക്കൊക്കെ പോയാൽ അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ്. അതോടൊപ്പം ഈ ചുവന്ന കടൽ ഇങ്ങനെ തിരതല്ലുന്നത് പോലെ അത്രമാത്രം ആവേശം നമുക്ക് ഇവരിൽ പ്രകടമാണ്. 5:03 തന്നെ എന്തായാലും ഔദ്യോഗികമായ ഫ്ലാഗ് ഓഫിംഗ് നടക്കും. 15,000-ലധികം പാപ്പാമാരെന്നാണ്, നമ്മളെ കൊണ്ട് എണ്ണി തിട്ടപ്പെടുത്താനൊന്നും പറ്റില്ല. എന്തായാലും 10,000-ലധികം തന്നെ പാപ്പാമാരുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. മാസങ്ങൾ നീണ്ട പരിശീലനമാണ്. ആ പരിശീലനങ്ങൾ പൂർത്തിയാക്കി 2 പാട്ടുകൾ ഇവർക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ചുവടുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ ചുവടുകളുമായാണ് ഇവർ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക. 5:03 ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫിംഗ് നടക്കും. പ്രജിൻ. യെസ്, സൂരജ് സജിയും നിഖിൽ പ്രമേഷുമാണ് തത്സമയ വിവരങ്ങളുമായി ബോൺനത്താലയ്ക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. 5:03 പുതുക്കിയ പ്രോഗ്രാം ലിസ്റ്റ് വന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുന്നില്ല ഇത്തവണ ബോൺനത്താലയിൽ, സംസ്ഥാന മന്ത്രിമാർ പങ്കെടുക്കുന്നുമുണ്ട്. ഇപ്പോൾ 5:03 ഒഫീഷ്യൽ ഫ്ലാഗ് ഓഫ് നിശ്ചയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം അതിനുള്ള ക്രമീകരണങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. 5:03 മന്ത്രിമാർ ചേർന്ന് ഫ്ലാഗ് ഓഫ് നടത്തുക. ആ സമയത്താണ് ഇതിന്റെ ഘോഷയാത്ര നടന്നു തുടങ്ങുക. അത് തൃശൂർ നഗരത്തെ വലം വെച്ച് വരുമ്പോൾ ആയിരിക്കും ഏറ്റവും മികച്ച ടീം ഏതാണ്, അവർക്ക് എത്ര പോയിന്റുകളുണ്ട് എന്നൊക്കെയുള്ള നിർണയത്തിലേക്ക് കടക്കുക. 8 മണി 8:00 കൂടി തന്നെ ഈ ഘോഷയാത്ര അവസാനിപ്പിച്ച് സമാപന ചടങ്ങ് നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. ഘോഷയാത്ര എത്രമാത്രം വലുതാണ്, അതിന്റെ എത്ര ആൾക്കാർ പങ്കെടുക്കുന്നു, ഇതൊക്കെ അനുസരിച്ചായിരിക്കും പ്രോഗ്രാം ഷെഡ്യൂളിൽ മാറ്റം ഉണ്ടാവുക എന്നറിയുന്നു. എന്തായാലും തൃശൂർ നഗരത്തിൽ ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2 മണി മുതൽ ആ രീതിയിലാണ് ഇപ്പോൾ ഗതാഗതം അവിടെ നിയന്ത്രിച്ചിരിക്കുന്നത്. നിഖിൽ പ്രമേഷിലേക്ക് കൂടി പോകുന്നു. നിഖിൽ, ഇപ്പോൾ പുതിയ പ്രോഗ്രാം ലിസ്റ്റ് വന്നപ്പോൾ മന്ത്രിമാർ പങ്കെടുക്കുന്നില്ല, പക്ഷെ അതൊന്നും ബോൺനത്താലയെ ബാധിക്കുന്നില്ല. അതിന്റെ ആഹ്ലാദത്തിലേക്കോ ആവേശത്തിലേക്കോ ഒരു രീതിയിലും അത് ബാധിക്കുന്നില്ല. കാരണം ഇറങ്ങിയിരിക്കുന്നു പാപ്പമാരെല്ലാം. അവരെല്ലാം തൃശൂർ നഗരത്തെ ചുവപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അങ്ങനെ പാട്ടും മേളവും നൃത്തവും എല്ലാം കൊണ്ട് ബോൺനത്താലെ ഇത്തവണയും റെക്കോർഡിടുമെന്നൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. വിവരങ്ങൾ. പ്രജിൻ, മന്ത്രി കെ രാജൻ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുമെന്നാണ് അറിയിക്കുന്നത് 5:03. അപ്പോൾ അതിന് മുന്നോടിയായി ഇപ്പോൾ ഞാനുള്ള ഈ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് കുട്ടികളെ ഇറക്കി തുടങ്ങും. അതായത് കുട്ടികളെന്നല്ല, പാപ്പാമാരെ ഇറക്കി തുടങ്ങും. അവരൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി തുടങ്ങും. പിന്നീട് ഒരു ഒരു വർണ്ണാഭമായിട്ടുള്ളൊരു കാഴ്ചയാണ്. സൂരജ് പറഞ്ഞ പോലെ ഒരു തൃശ്ശൂർ സ്വരാജ് റൗണ്ടിന് ചുറ്റും ഒരു ചുവന്ന ചാലൊഴുകുന്ന കണക്കെ കുട്ടികളിങ്ങനെ നിരന്ന് നിൽക്കും. ആ കാഴ്ച തന്നെ ഒരു വർണ്ണമനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള അന്തിമ തയ്യാറെടുപ്പുകളാണ് ഇവരെല്ലാവരും തന്നെ. ഉച്ചയോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഒരു തരത്തിലുള്ള മുഷിപ്പോ ഒന്നും തന്നെ ഇല്ല. കാരണം അവരൊക്കെ കൃത്യമായി തയ്യാറെടുത്ത് ഈ ക്രിസ്മസ് ആഘോഷം അതൊരു വർണ്ണാഭമായിട്ടുള്ള അനുഭവമാക്കുന്നതിന് വേണ്ടി തന്നെ എത്തിച്ചേരുന്നതാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ
ഗതാഗത ക്രമീകരണമൊക്കെ ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വരാജ് റൗണ്ടിലേക്ക് ഇപ്പോൾ വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. ഇനിയിപ്പോൾ ഇതിന്റെ സമയമാകുമ്പോഴേക്കും, ആരംഭിക്കുന്ന സമയമാകുമ്പോഴേക്കും അല്പം കൂടി ആ നിയന്ത്രണങ്ങൾ അല്പം കൂടെ ശക്തമാകും. ഇന്ന് പക്ഷേ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ആഘോഷത്തിന് വേണ്ടി അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കാരണം ഇത് എല്ലാ വർഷവും ഉള്ള ഒരു ആഘോഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും അതിനുവേണ്ടി നടത്തിയിട്ടുണ്ടാകും. എന്തായാലും 2 മണി മുതലാണ് ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ഇത് തൃശ്ശൂരിലും നഗരപ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണമാണ്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലും സമീപ റോഡുകളിലും രാവിലെ മുതൽ തന്നെ ഈ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല എന്ന് പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ 8 മണി മുതൽ നാളെ രാവിലെ 8 മണി വരെ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലെ സ്വരാജ് റൗണ്ട്, തേക്കിൻകാട് മൈതാനം എന്നിവിടങ്ങളിലാണ് താൽക്കാലിക റെഡ് സോൺ ആയി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഈ സുരക്ഷാ കാര്യങ്ങളുടെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ്. ഇന്നിപ്പോൾ അവർ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗാനം, അത് ഒരു കുട്ടികൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോഴിവിടെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ആവേശത്തിൽ, വളരെ അത്യുത്സാഹത്തിൽ ഡാൻസ് ചെയ്യുന്ന കുട്ടികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരൊക്കെ വലിയ ആവേശത്തിലാണ്. അവരൊക്കെ ആദ്യമായിട്ട് വരുന്നവരുണ്ട്, സ്ഥിരമായി പങ്കെടുക്കുന്നവരുണ്ട്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബോണ്ണതാലയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അവർക്കൊരു ആവേശമാണ്. അപ്പോൾ ഒരു തവണ വന്നവർ അത് തുടർച്ചയായി എല്ലാ വർഷവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതൊരു ലഹരി കണക്കെ അവരെങ്ങനെ ഇവിടേക്ക് എത്തിക്കുന്നതാണ് ഈ ബോണ്ണതാല ആഘോഷം. എന്തായാലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഡാൻസ് ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് നിരത്തിലേക്ക് എത്തുമ്പോൾ, അതായത് അവർ ഈ മത്സരത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ പിഴയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത്. മോളെ എവിടുന്ന? ാണോ നിങ്ങൾ അടിപൊളി ടീമാണോ? ഓക്കെ, എത്ര പേരുണ്ട്? 43 പേരായിട്ട് പൂമല ടീം വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഓരോ ടീമുകൾ ഇങ്ങനെ ഗംഭീരമായി അടിപൊളിയായിട്ട് നിരത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു അച്ഛൻ അവിടെ കാണുന്നുണ്ട്. നമുക്കതാ ഇവര് നല്ല ഗംഭീര ടീമാണ് കേട്ടോ. നമുക്ക് ഇവരോട് ചോദിക്കാം, നിങ്ങൾ എവിടുന്നാ? അവര് കൊള്ളാം, അവരടിപൊളിയാ. നമുക്കിനി ചേർപ്പിലെ ടീമാണ് അവരും നല്ല കിടിലൻ ടീമാണ്. നമുക്കിത് അവരെ അച്ഛൻ നല്ല ഗംഭീരമായിട്ട് ശരി, നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ കേവലം 15 മിനിറ്റ് മാത്രമാണ്, 15-17 മിനിറ്റ് ഉണ്ട് ഫ്ളാഗ് ഓഫിനായി. അതിനായുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മന്ത്രി കെ രാജനായിരിക്കും ഇത്തവണ ബോൺ നത്താലെ ഫ്ളാഗ് ഓഫ് ചെയ്യുക എന്ന് പറയുന്നത്.